നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഡിസ്ട്രിക്ട് അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ആവേശമായി. വിദ്യാനഗറിലെ ജില്ലാ അക്വാറ്റിക് കോംപ്ലക്സിലായിരുന്നു മത്സരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലെ പത്രങ്ങളുടെ തലക്കെട്ട് എന്തായിരിക്കും? മുൻകൂട്ടി പ്രവചിച്ച് മജീഷ്യൻ സുരേഷ് നാരായണൻ. മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയിലെ സർവീസ് റോഡുകളിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നടത്തുന്ന പ്രവൃത്തിയിൽ ചെളി ഒഴുകിപ്പരക്കുന്നു. പ്രതിഷേധം ശക്തം. മൂന്നാമത് സംസ്ഥാന ചുരിക പുരസ്കാരം പ്രഖ്യാപിച്ചു. നാട്ടുവാദ്യം, നാടൻപാട്ട്, സ്റ്റേജ് വിഷ്വൽ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം നൽകുന്നത്. റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന മണ്ണ് നീക്കം ചെയ്ത് INL ആലമ്പാടി ശാഖാ പ്രവർത്തകർ. വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായതോടെയായിരുന്നു ശ്രമദാനം. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു. K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഡിസ്ട്രിക്ട് അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ആവേശമായി. വിദ്യാനഗറിലെ ജില്ലാ അക്വാറ്റിക് കോംപ്ലക്സിലായിരുന്നു മത്സരം. കാസർഗോഡ് ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ മത്സരം നടത്തി. വിദ്യാനഗർ അക്വാറ്റിക് കോംപ്ലക്സിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P. ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കന്മാരുടെ സഹകരണം, അവരുടെ കുട്ടികളെ ഇതേപോലെ തന്നെ ഇവിടെ അയച്ച് നീന്തൽ പരിശീലിപ്പിച്ച് അവർക്ക് ഇതേപോലെ തന്നെ ഏതെങ്കിലും അപകടത്തിൽ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനസികവും ശാരീരികമായ ക്ഷമത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതാണ് ജില്ലാ അക്വാറ്റിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്ത് ഇതേപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരുപാട് അപകട മരണങ്ങൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. കുട്ടികളെ നീന്തൽ പരിശീലനത്തിന് വേണ്ടി നമ്മൾ അയക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിർബന്ധമായും കുട്ടികളെ നീന്തൽ പരിശീലിപ്പിച്ചിരിക്കണം. ഇതിപ്പോൾ ഞങ്ങളുടെ ഈ ആവശ്യത്തിന് വേണ്ടി പറയുന്നതല്ല. ജില്ലാ പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി KB സുരേന്ദ്രൻ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MTP അഷ്റഫ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ ജൂനിയർ സബ് ജൂനിയർ മത്സരത്തിൽ പാലാവയൽ സെന്റ് ജോൺ HSS ചാമ്പ്യന്മാരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലെ പത്രങ്ങളുടെ തലക്കെട്ട് എന്തായിരിക്കും? മുൻകൂട്ടി പ്രവചിച്ച് മജീഷ്യൻ സുരേഷ് നാരായണൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലിറങ്ങുന്ന പത്രങ്ങളുടെ തലക്കെട്ട് മുൻകൂട്ടി പ്രവചിച്ച് മജീഷ്യൻ സുരേഷ് നാരായണൻ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് തലക്കെട്ട് മുൻകൂട്ടി പ്രവചിച്ചുള്ള കുറിപ്പ് കവറിലാക്കിയത്. ശേഷം പെട്ടിയിലാക്കി പൂട്ടി ക്രൈംബ്രാഞ്ച് DYSPയും സിനിമാ നടനുമായ സിബി തോമസിനെ പ്രസ് ഫോറത്തിൽ നടന്ന ചടങ്ങിൽ ഏൽപ്പിച്ചു. പെട്ടി പൂട്ടിയ താക്കോൽ പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണനെ ഏൽപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ജൂൺ 5-ാം തീയതി പെട്ടി തുറന്ന് മാജിക്കിന്റെ 2ാം ഘട്ടത്തിലെ അതിലെഴുതിയ തലക്കെട്ട് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ അവതരിപ്പിക്കുമെന്നും മജീഷ്യൻ സുരേഷ് നാരായണൻ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതിനുശേഷം ഇനി വരാനുള്ളത് അതിൻ്റെ പ്രധാന വാർത്തകളാണ്. നമ്മുടെ മാജിക്കിൽ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ പ്രഡിക്ഷൻ എന്നൊരു പ്രത്യേക വിഭാഗമുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ പത്രത്തിൻ്റെ തലക്കെട്ട് മുൻകൂട്ടി പ്രവചിച്ച് അതൊരു കവറിലാക്കി അത് റിവീൽ ചെയ്യാനുള്ള ഒരു മാജിക്കിൻ്റെ ഒരു ടെക്നിക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇതൊരു മാജിക്ക് മാത്രമാണ് കേട്ടോ. ഈ ഒരു പരിപാടിയുടെ ആദ്യത്തെ ഒരു ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ 2ാം ഭാഗം നമ്മൾ 5-ാം തീയതി രാവിലെ ഇവിടെ നടക്കുന്നതായിരിക്കും. സമയം കാര്യം നമ്മുടെ പ്രസിഡന്റ് പറയുന്നതായിരിക്കും. ഈ 3 കവറുകൾ ഞാൻ പരിചയപ്പെടുന്നു. റൈറ്റ്, ഞാൻ ഈ ആദ്യത്തെ കവർ ചെറിയൊരു കവറാണ്. ഇതിലാണ് എൻ്റെ പ്രവചനമുള്ളത്. മൈ പ്രഡിക്ഷൻ ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാൻ സാധിക്കുമല്ലോ. ഇത് ഞാൻ സീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കവർ സാറിനെ ഏൽപ്പിക്കുന്നു. ആൻഡ് ഇത് വലിയൊരു കവർ ഞാൻ നമ്മുടെ പ്രസിഡന്റ് TKക്ക് ഏൽപ്പിക്കുന്നു. സാർ സമ്മതിക്കുന്നു. പെട്ടി ഞാൻ സാറിന് കൈമാറും. ചാവിയാണ്. ഈ ചാവി ഞാൻ നമ്മുടെ പ്രസ് ഫോറം
ഇത് നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലോ സംഭവിക്കൂല. സുരേഷ് തന്റെ സുഹൃത്താണെന്നും കഴിവുറ്റ മജീഷ്യനാണെന്നും മെന്റലിസത്തിൽ ഗംഭീരമായി അവതരിപ്പിക്കുന്ന ആളാണെന്നും മുഖ്യാതിഥിയായ ഡിവൈഎസ്പി സിബി തോമസ് പറഞ്ഞു. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി.കെ. നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയിലെ സർവീസ് റോഡുകളിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നടത്തുന്ന പ്രവൃത്തിയിൽ ചെളി ഒഴുകിപ്പരക്കുന്നു. പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ. മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയിൽ പുതുതായി നിർമ്മിച്ച സർവീസ് റോഡുകളുടെ വശങ്ങളിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നടത്തുന്ന പ്രവൃത്തി റോഡിനെയും പരിസരങ്ങളെയും ചെളിക്കുളമാക്കുന്നതായി പരാതി. കേബിൾ കുഴികളുടെ മണ്ണ് മാറ്റുമ്പോഴും മറ്റും മഴ നനഞ്ഞ് ഇത് വ്യാപകമായ രീതിയിൽ ഒഴുകി പരക്കുകയാണ്. മഴക്കാലമായതോടെയാണ് ജനങ്ങൾക്ക് ഇത് കടുത്ത ദുരിതമായി മാറിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഇത്തരത്തിൽ റോഡുകളെ ചെളിക്കുളമാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇതുമൂലം വാഹനയാത്രക്കാർ കടുത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇരുചക്ര വാഹനയാത്രികർ റോഡിൽ ചെളിയിൽ തെന്നി അപകടങ്ങളിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീതിയുയർത്തുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പറയുന്നു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ടെലികോം കമ്പനികൾ അവരുടെ ജോലി ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നതിന് നിയമപരമായ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പിലിക്കോട് ചുരിക നാടൻ കല നാട്ടറിവ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 3ാമത് സംസ്ഥാന ചുരിക പുരസ്കാരം പ്രഖ്യാപിച്ചു. നാട്ടുവൈദ്യം, നാടൻപാട്ട്, സ്റ്റേജ് വിഷ്വൽ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത്. നാടൻപാട്ട് മേഖലയിൽ തൃശൂർ ജില്ലയിലെ ജിനി കൊടകര, നാട്ടുവാദ്യ മേഖലയിൽ വയനാട് ജില്ലയിലെ സുരേഷ് മാത്യു പൂമല, സ്റ്റേജ് വിഷ്വൽ വിഭാഗത്തിൽ തൃശൂർ ജില്ലയിലെ ജിനീഷ് വേലൂർ എന്നിവരാണ് ചുരിക പുരസ്കാരത്തിന് ഇത്തവണ അർഹരായതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 വർഷമായി കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചുരിക നാടൻ കലകളെയും നാട്ടുകലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവാർഡ് നൽകി വരുന്നത്. നാടൻ കലാരംഗത്ത് പരിശീലനവും അവതരണവും നടത്തിവരുന്ന ചുരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ശില്പവും പ്രശസ്തിപത്രവും 10,000 രൂപയും അടങ്ങുന്നതാണ് ചുരിക പുരസ്കാരം. ജിനി കൊടകര എന്ന് പറയുന്ന ഒരു നാടൻപാട്ടുകാരിയാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി നാടൻപാട്ട് രംഗത്ത് സജീവ സാന്നിധ്യമാണ്, ഒരു പെൺ സാന്നിധ്യമാണ്. വേറിട്ട ശബ്ദത്തിനുടനെയാണ് ജിനി. നാട്ടുവാദ്യം ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും അതിനെ വായിക്കുകയും ചെയ്യുന്ന സുരേഷ് മാത്യു, വയനാട്ടിലെ 50 വർഷമായി വളരെ സജീവമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന സുരേഷ് മാത്യു വയനാട്ടിനെയാണ് നാട്ടുവാദ്യം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വേഷക്കാരൻ തൃശ്ശൂർ ജില്ലയിലെ ജിനീഷ് വേലൂർ എന്ന് പറയുന്ന കുട്ടികളാണ്. കരിങ്കാടിയെയും പട്ടമുടിയെയും ഒക്കെ വളരെ മനോഹരമായി അതിൻ്റെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് വേദി അവതരിപ്പിക്കുന്ന കലാകാരൻ. വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാനും നാടൻ കലാ ഗവേഷകനുമായ ഉദയൻ കുണ്ടൻകുഴി, ചുരിക ഭാരവാഹികളായ രവീന്ദ്രൻ പുത്തിലോട്ട്, ദാമോദരൻ മുട്ടത്ത്, ദീപ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന മണ്ണ് നീക്കം ചെയ്ത് INL ആലമ്പാടി ശാഖാ പ്രവർത്തകർ. വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായതോടെയാണ് ശ്രമദാനം നടത്തിയത്. INL ആലമ്പാടി ശാഖാ പ്രവർത്തകർ റോഡിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മണ്ണ് നീക്കം ചെയ്തു. ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായതോടെയാണ് ആലമ്പാടി CH നഗറിൽ റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുവാൻ INL ആലമ്പാടി ശാഖാ പ്രവർത്തകർ മുന്നോട്ട് വന്നത്. ശ്രമദാനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. INL ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് മാഹിൻ മേനത്ത്, ശാഖാ പ്രസിഡന്റ് മൗലവി അബ്ദുല്ല, സെക്രട്ടറി ഇക്ബാൽ കേളങ്കയം, IMCC നേതാവ് ഖാദർ ആലമ്പാടി, ഹമീദ് പണ്ഡിതർ, മെഹ്റു മേനത്ത്, സിദ്ദിഖ് ബിസ്മില്ല, അക്കു, ഹാരിസ് ST, റഹ്മാൻ കരോടി, ഖാദർ ചാൽക്കര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു. കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം കേരള വ്യാപാര വ്യവസായി ഏകോപന സംസ്ഥാന വൈസ് പ്രസിഡന്റും സംഘടനയുടെ ജില്ലാ അധ്യക്ഷനുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗവും അതുപോലെ 2024-26 വർഷത്തേക്ക് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്ന ഒരു വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും അതുപോലെ വരവ് ചെലവുകളും വളരെ വിശദമായി ഇവിടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും അവതരിപ്പിച്ചു. അതൊക്കെ ചർച്ച ചെയ്ത് അംഗീകാരം വാങ്ങി ഇനി 2024-26 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങളാണ് ഇനി വരാറുള്ളത്. അതിനിടയിൽ നമ്മുടെ പ്രസിഡന്റ് സി യൂസഫ് ഹാജി അദ്ദേഹം കഴിഞ്ഞ 20 വർഷത്തെ സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലം കാഞ്ഞങ്ങാട് പ്രദേശത്തെ വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടിയും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയൊക്കെ ഒരു നിറസാന്നിധ്യമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. വളരെ അഭിമാനത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും. KMA പ്രസിഡന്റ് സി യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. KMA ജനറൽ സെക്രട്ടറി KV ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഹംസ പാലക്കി, മേഖലാ കൺവീനർ ഉണ്ണികൃഷ്ണൻ മാവുങ്കാൽ, KMA എക്സിക്യൂട്ടീവ് അംഗം A ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. കമ്മിറ്റിയുടെ ഒരു വർഷത്തെ വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി M വിനോദും വാർഷിക വരവ് ചെലവ് കണക്കുകൾ M ഗിരീഷ് നായക് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷനെ നയിക്കുന്ന പ്രസിഡന്റ് സി യൂസഫ് ഹാജിക്കുള്ള സ്നേഹോപഹാരം ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് സമർപ്പിച്ചു. KMA ഓഫീസ് സ്റ്റാഫിന്റെ ഉപഹാരവും ജീവനക്കാർ യൂസഫ് ഹാജിക്ക് നൽകി. KMA എക്സിക്യൂട്ടീവ് അംഗം T മുഹമ്മദ് അസ്ലം വാർഷിക പൊതുയോഗത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് കാണിയൂർ പാത പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് വരുമാനത്തിന് അനുസൃതമായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 സ്ഥാനാർത്ഥികൾ വന്നതിനാൽ ജൂൺ 3-ന് വോട്ടെടുപ്പ് നടത്താനും യോഗം തീരുമാനിച്ചു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് സി യൂസഫ് ഹാജി മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2024-2025 അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ തയ്യാറാക്കിയ പദ്ധതിയാണ് ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതി. മാറുന്ന കാലത്തിനനുസരിച്ച് AI പോലെയുള്ള സാങ്കേതിക വിദ്യകളിൽ കഴിവ് നേടിക്കൊണ്ടിരിക്കുന്ന നിരവധി കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഇത്തരം സാധ്യതകൾ അറിയിക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഇത്തരം കോഴ്സുകൾ ചെയ്യുവാനും അതുവഴി 2025 ശ്രീ ശങ്കരാചാര്യ നടത്തുന്ന മെഗാ തൊഴിൽ മേളയിൽ പങ്കെടുത്ത് ജോലി നേടുവാനുമായുള്ള ശ്രീ ശങ്കരാചാര്യയുടെ പദ്ധതിയാണ് ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെൻ്ററായി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് തിരഞ്ഞെടുത്ത ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ നിലനിർത്തുവാനും അതിൻ്റെ ബഹുമുഖമായ സംരംഭങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നൽകി സ്വയം തൊഴിൽ കണ്ടെത്താനും അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികമായ പരിശീലനം നൽകുന്നതിൽ രംഗത്തുണ്ടാകും. ഞാൻ കരുതുകയാണ് രംഗത്തുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ K അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ശ്രീജിത്ത് സ്വാഗതവും ഇരിട്ടി സെന്റർ ഡയറക്ടർ ജഗ്ഗി മാത്യു നന്ദിയും പറഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിൽ നിന്നും രോഗം മൂലമോ മരണം മൂലമോ ഏക വരുമാനം നിലച്ച കുടുംബങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് സൗജന്യ പരിശീലനം, ഏതെങ്കിലും ക്ഷേമ തൊഴിലാളി പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്ക് ഫീസ് ഇളവോടുകൂടി പഠിക്കുവാനുള്ള സൗകര്യം, സഹോദരി സഹോദരങ്ങളായ 2 പേർക്ക് ഒറ്റ ഫീസിൽ പഠിക്കുവാനുള്ള അവസരം തുടങ്ങിയവയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയ സദസ്സ് ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയ സദസ്സിൽ അനുമോദനം നൽകി. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒക്കെ ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ കാണും. അവരാരും പരാജിതരാണ് എന്ന് കണക്കാക്കാൻ പറ്റില്ല. അവരൊക്കെ വരുന്ന ആളുകളിൽ നിങ്ങളോട് മത്സരിച്ചുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകും എന്ന് കരുതുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇനിയുള്ള അവസരങ്ങളിൽ അവർക്ക് കൂടി ഇത്തരം അനുമോദന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും. ഇതൊരു മത്സരാധിഷ്ഠിത സമൂഹമാണ്. വിദ്യാഭ്യാസ രംഗമാണെങ്കിൽ ഇത് അന്ന് ഏറ്റവും വലിയ മത്സരം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നേടി മികച്ച വിജയം നേടിയവരെന്ന നിലയിൽ നിങ്ങളെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. പ്രഭാവതി, ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ SV കേശവൻ മാസ്റ്റർ, സ്കൂൾ PTA പ്രസിഡന്റ് രഞ്ജി രാജ്, സൈലം ലേണിംഗ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് നസ്ലീന മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ AV സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. സൈലം ലേണിംഗ് ജില്ലാ കോർഡിനേറ്റർ അലി ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കരിയർ ഗുരു MS ജലീൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൊസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ശിഖര കലശാഭിഷേകം നടന്നു. ഭക്തി നിർഭരമായ ചടങ്ങിന് സാക്ഷികളായെത്തിയത് നിരവധി പേർ. കൊല്ലൂർ മൂകാംബിക ദേവി സങ്കല്പമുള്ള ഹൊസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ശിഖര കലശാഭിഷേകം ഇത്തവണയും വിവിധ പൂജാതി കർമ്മങ്ങളോടെ നടന്നു. താഴികക്കുടത്തിൽ ഇളനീർ, പാൽ, തേൻ, നെയ്, ചന്ദനവെള്ളം, പനിനീർ എന്നിവയിൽ അഭിഷേകം നടന്ന ശേഷം പ്രവേശന കവാടത്തിലേക്ക് വാദ്യം, ഭജന, ലളിതാ സഹസ്രനാമം, രത്നക്കല്ല് പതിച്ച വെള്ളിക്കൂട എന്നിവയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ചിരുത്തി മംഗളാരതി ചെയ്ത ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് ദേവിക്ക് കൺമഷി എഴുതി വ്രതത്തിലിരുന്ന ഒരമ്മ ആരതി ചെയ്ത ശേഷം അന്നദാനവും അഭിഷേക പ്രസാദ വിതരണവും നടത്തി. തുലാഭാരവും നടന്നു. ദേവികാസിയെ അവതരിപ്പിച്ച നൃത്താർച്ചനയും അരങ്ങേറി. ക്ഷേത്ര സർവാധികാരി കുഞ്ഞിരാമൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഡിസ്ട്രിക്ട് അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ആവേശമായി. വിദ്യാനഗറിലെ ജില്ലാ അക്വാറ്റിക് കോംപ്ലക്സിലായിരുന്നു മത്സരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലെ പത്രങ്ങളുടെ തലക്കെട്ട് എന്തായിരിക്കും? മുൻകൂട്ടി പ്രവചിച്ച് മജീഷ്യൻ സുരേഷ് നാരായണൻ. മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയിലെ സർവീസ് റോഡുകളിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നടത്തുന്ന പ്രവൃത്തിയിൽ ചെളി ഒഴുകിപ്പരക്കുന്നു. പ്രതിഷേധം ശക്തം. മൂന്നാമത് സംസ്ഥാന ചുരിക പുരസ്കാരം പ്രഖ്യാപിച്ചു. നാട്ടുവാദ്യം, നാടൻപാട്ട്, സ്റ്റേജ് വിഷ്വൽ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം നൽകുന്നത്. റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന മണ്ണ് നീക്കം ചെയ്ത് INL ആലമ്പാടി ശാഖാ പ്രവർത്തകർ. വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായതോടെയായിരുന്നു ശ്രമദാനം. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു. K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.